ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം. മുകുന്ദമാല സ്തോത്രത്തിലെ ശ്ലോകങ്ങളാണ് നമ്മൾ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത്. 42 ശ്ലോകങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് 43, 44 ശ്ലോകങ്ങളാണ് നമ്മൾ ഇവിടെ അനുസ്മരിക്കാൻ പോകുന്നത്. 43-ാമത്തെ ശ്ലോകം. ചിത്തം നൈവ നിവർത്തതേ ക്ഷണമപി ശ്രീകൃഷ്ണപാദാംബുജാത് നിന്ദന്തു പ്രിയബാന്ധവാ ഗുരുജനാ ഗൃഹ്ണന്തു മുഞ്ചന്തു വാ ദുർവാദം പരിഘോഷയന്തു മനുജാ വംശേ കളങ്കോസ്തു വാ താദൃക് പ്രേമഭരാനുരാഗമധുനാ മത്തായമാനന്ദു മേ. ഇവിടെ പറയാണ്, ശ്രീകൃഷ്ണ പാദാംബുജാത്, ശ്രീകൃഷ്ണൻ്റെ പാദാരവിന്ദങ്ങളിൽ നിന്ന് ചിത്തം, എൻ്റെ മനസ്സ്, ക്ഷണമപി ഏവ, ഒരു നിമിഷ നേരം പോലും ന നിവർത്തതേ, വിട്ടുനിൽക്കുന്നില്ല. പ്രിയബാന്ധവാഹ, പ്രിയബന്ധുക്കളും, ഗുരുജനാഹ, കാരണവന്മാരും, നിന്ദന്തു, എന്നെ നിന്ദിക്കുകയോ, ഗൃഹ്ണന്തു, സ്വീകരിക്കുകയോ, മുഞ്ചന്തുവാ, ഉപേക്ഷിക്കുകയോ ചെയ്തുകൊള്ളട്ടെ. മനുജാഹ, മനുഷ്യർ, ദുർവാദം, എന്നെപ്പറ്റി അപവാദം, പരിഘോഷയന്തു, കൊട്ടിഘോഷിച്ചുകൊണ്ട് നടന്നുകൊള്ളട്ടെ. വംശേ, എൻ്റെ വംശത്തിന്, കളങ്കം അസ്തു വാ, ഞാൻ മൂലം കളങ്കം സംഭവിച്ചുകൊള്ളട്ടെ. അധുന, ഇപ്പോൾ, താദൃക്, ആ വിധത്തിലുള്ള, പ്രേമഭരാനുരാഗം, ഹൃദയം നിറഞ്ഞ ഭക്തിപ്രവാഹം, മേ, എനിക്ക്, മത്തായമാനന്ദു, എല്ലാ വിധത്തിലുള്ള ലൗകികാനുഭവങ്ങളെയും വിസ്മരിക്കത്തക്ക വിധത്തിലുള്ള മതോന്മത്താവസ്ഥയെ, അതായത് ഭക്തിയോന്മാദത്തെ നൽകുമാറാകട്ടെ. ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. ആദ്യം തന്നെ പറഞ്ഞു, ആ ശ്രീകൃഷ്ണ പാതാരവിന്ദങ്ങളിൽ നിന്ന് എൻ്റെ മനസ്സ് ഒരു നിമിഷം നേരം പോലും വിട്ടു നിൽക്കുന്നില്ല എന്ന്. പിന്നീട് പറയുകയാണ്, ബന്ധുക്കളോ കാരണവന്മാരൊക്കെ എന്നെ നിന്ദിക്കുകയോ സ്വീകരിക്കുകയോ ഉപേക്ഷിക്കുകയോ ഒക്കെ ചെയ്തു കൊള്ളട്ടെ. എന്നെപ്പറ്റി മറ്റുള്ളവർ അപവാദം പറഞ്ഞുകൊണ്ട് നടന്നുകൊള്ളട്ടെ. ഇനി എൻ്റെ വംശത്തിന് ഞാൻ മൂലം കളങ്കം സംഭവിച്ചു കൊള്ളട്ടെ. എന്തു തന്നെ ആയിക്കഴിഞ്ഞാലും ആ വിധത്തിലുള്ള ഹൃദയം നിറഞ്ഞ ഭക്തിപ്രവാഹം എനിക്ക് ഭക്തി ഉന്മാദത്തെ നൽകട്ടെ എന്നാണ് പറയുന്നത്. ആധ്യാത്മിക വിഷയങ്ങളിൽ താല്പര്യമുള്ള ആൾക്കാർക്ക്, അതിലേക്ക് കൂടുതൽ കടന്നു ചെല്ലുന്ന ആൾക്കാർക്ക്, സദാ ഭഗവത് ചിന്തകളുമായും ഭഗവത് നാമങ്ങളുമായും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ജനങ്ങൾക്ക് പലപ്പോഴും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ചുറ്റുപാടുകളിൽ നിന്ന്, ബന്ധുക്കളിൽ നിന്ന്, സുഹൃത്തുക്കളിൽ നിന്ന്, മറ്റ് അന്യന്മാരിൽ നിന്നൊക്കെ ഉണ്ടാവുക പതിവാണ്. അതൊക്കെ എന്തോ ആയിക്കോട്ടെ എന്നാണ് പറയുന്നത്. അതൊന്നും എന്നെ സംബന്ധിച്ച് ഒരു വിഷയമല്ല. കാരണം തൻ്റെ മനസ്സെപ്പോഴും എവിടെയാണ്? ആ ഭഗവാന്റെ തൃപ്പാദത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ ലൗകികമായിട്ടുള്ള കാര്യങ്ങളിൽ
ഒന്നും ശ്രദ്ധയില്ലാതെ അതിനെക്കുറിച്ചൊന്നും ഒട്ടും തന്നെ പരിഭ്രമിക്കാതെയും അതിനെക്കുറിച്ച് ആശങ്കപ്പെടാതെയുമൊക്കെ എനിക്ക് ആ ഭഗവാനിൽ തികഞ്ഞ ഭക്തി ഉണ്ടാവട്ടെ. ആ ഭക്തി പ്രഭാവം അല്ലെങ്കിൽ ആ ഭക്തി പ്രവാഹം കൊണ്ട് എനിക്ക് ഒരു ഉന്മാദം നൽകട്ടെ, ആ ഭക്തിയാകുന്ന ഉന്മാദം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനി 44-ാമത്തെ ശ്ലോകം. കൃഷ്ണോ രക്ഷതു മാം ജഗത്രയഗുരു കൃഷ്ണം നമധ്വം സദാ കൃഷ്ണേനാഖിലശത്രവോ വിനിഹതാഃ കൃഷ്ണായ തസ്മൈ നമഃ കൃഷ്ണാദേവ സമുത്ഥിതം ജഗദിദം കൃഷ്ണസ്യ ദാസോസ്മ്യഹം കൃഷ്ണേ തിഷ്ഠതി വിശ്വമേതദഖിലം ഹേ കൃഷ്ണ രക്ഷസ്വ മാം. ജഗത്രയഗുരുഃ, 3 ലോകങ്ങളുടെയും ഗുരുവായ കൃഷ്ണഃ, കൃഷ്ണൻ, മാം, എന്നെ രക്ഷതു, രക്ഷിക്കുമാറാകട്ടെ, സദാ, എപ്പോഴും, കൃഷ്ണം, കൃഷ്ണനെ, നമധ്വം, നമസ്കരിക്കുവിൻ, കൃഷ്ണേന, കൃഷ്ണനാൽ, അഖില ശത്രവഃ, എല്ലാ ശത്രുക്കളും, വിനിഹതാഃ, സംഹരിക്കപ്പെട്ടു, തസ്മൈ, കൃഷ്ണായ, അപ്രകാരമുള്ള കൃഷ്ണനായിക്കൊണ്ട്, നമഃ, നമസ്കാരം. ഇദം ജഗത്ത്, ഈ ജഗത്ത്, കൃഷ്ണാത് ഏവ, കൃഷ്ണനിൽ നിന്ന് തന്നെയാണ്, സമുത്ഥിതം, ഉണ്ടായത്. അഹം, ഞാൻ, കൃഷ്ണസ്യ, കൃഷ്ണന്റെ, ദാസഃ അസ്മി, ദാസനാണ്. ഏതത് വിശ്വം അഖിലം, ഈ പ്രപഞ്ചം മുഴുവൻ, കൃഷ്ണേ, കൃഷ്ണനിലാണ്, തിഷ്ഠതി, നിൽക്കുന്നത്. ഹേ കൃഷ്ണ, അല്ലയോ കൃഷ്ണ, മാം രക്ഷസ്വ, എന്നെ രക്ഷിച്ചരുളേണമേ. ഇവിടെ നമുക്ക് രക്ഷിതാവായിട്ട് ആ കൃഷ്ണൻ, ശ്രീകൃഷ്ണ ഭഗവാൻ മാത്രമേ ഉള്ളൂ. പൂർണ്ണമായും ശ്രീകൃഷ്ണ ഭഗവാനെ അനുബന്ധിച്ച് നിർമ്മിച്ച ഒരു ശ്ലോകമാണ് ഇത്. ഭഗവാനെക്കുറിച്ച് അവിടെ പറഞ്ഞു, 3 ലോകങ്ങളുടെയും ഗുരുവായ ഭഗവാൻ എന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ പറയുന്നു, എപ്പോഴും കൃഷ്ണനെ നമസ്കരിക്കുവിൻ എന്ന് പറഞ്ഞു. കൃഷ്ണനാൽ എല്ലാ ശത്രുക്കളും സംഹരിക്കപ്പെട്ടു എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള കൃഷ്ണനായിക്കൊണ്ട് നമസ്കാരം. പിന്നീട് പറഞ്ഞു, ഈ ജഗത്ത് മുഴുവൻ കൃഷ്ണനിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത്. പിന്നീട് പറയാണ്, ഞാൻ ആ കൃഷ്ണൻ്റെ ദാസനാണ്. ഈ പ്രപഞ്ചം മുഴുവൻ നിൽക്കുന്നത് എവിടെയാണ്? ആ കൃഷ്ണനിലാണ്. അങ്ങനെയുള്ള ഹേ ഭഗവാനേ കൃഷ്ണ, എന്നെ രക്ഷിച്ചരുളണമേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഈ ശ്ലോകങ്ങൾ രണ്ടും ആ ശ്രീകൃഷ്ണ പദാംബുജത്തിൽ സമർപ്പിക്കുകയാണ്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ